ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഹൽവയാണ്. കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഒരു ഹൽവ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 3 കപ്പ് കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല കുറുന്നനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുള്ളത്. കഞ്ഞിവെള്ളത്തിൻ്റെ മുകൾ ഭാഗം ഊറ്റി കളഞ്ഞതിന് ശേഷം മട്ട് മാത്രം എടുത്തതാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹൽവ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടി ഇതിലേക്ക് 1/2 കപ്പ് റൈസ് പൗഡർ, അതായത് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ പുട്ടും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി തന്നെയാണിത്. അപ്പം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ മിക്സ് ചെയ്തിട്ട് കട്ട ഉണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ അരിച്ചൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കാഷ്നട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണിത്. അപ്പോൾ കാഷ്നട്ടൊന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഹൽവയ്ക്കല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് കാഷ്നട്ടും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ആദ്യം തന്നെ. പിന്നെ ഈ നെയ്യ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇനി ഹൽവ ഉണ്ടാക്കുന്നത്. ഒരു 3 സ്റ്റേജായിട്ടാണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 3 ടേബിൾ സ്പൂൺ നെയ്യിൽ നിന്ന് തന്നെയാണ് 3 ഘട്ടമായിട്ട് ഞാൻ ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ നെയ്യ് ഒന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഹലുവ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളവും അരിപ്പൊടിയുടെയും മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി കുറുകി വരുന്നത് വരെ നന്നായി നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഹലുവ ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതിന് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. പിന്നെ ഹലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതിവിടെ കുമിള പോലെ വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കുകയാണ് നല്ലത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര അങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. അത് താനെ മെൽറ്റ് ആയിക്കൊള്ളൂ ഈ കഞ്ഞിവെള്ളത്തിൽ കിടന്ന്. ശർക്കരക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി. പിന്നെ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഹലുവ ഒരു വൈറ്റ് കളറിലായിരിക്കും ഇരിക്കുക, നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ശർക്കര എടുത്തത് നല്ല ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആവണം. നമ്മുടെ ഹലുവയുടെ മിക്സൊക്കെ ഒന്ന് നന്നായി കുറുകി വരണം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ മതി. അതുപോലെ 1 ടീസ്പൂൺ കാർഡമം പൗഡർ, അതായത് ഏലക്കാപ്പൊടി. ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഉപ്പ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹലുവയുടെ. ഇതിപ്പോൾ ഏകദേശം കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അപ്പം ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത നെയ്യ് ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെയാണ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് കുറുകി ഇങ്ങനെ വരും. അപ്പോൾ നെയ്യ് ഇങ്ങനെ കാണാതെ ആവുമ്പോൾ നമ്മൾ പിന്നെയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് നെയ്യൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഏതായാലും ഹൽവയല്ലേ, നെയ്യൊക്കെ ചേർക്കുന്നത് ടേസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് നന്നായി കുറുക്കിയെടുക്കണം. വളരെ ഹെൽത്തി ആയൊരു ഹൽവ തന്നെയാണ് ഈ കഞ്ഞിവെള്ളം ഹൽവ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഹൽവ തന്നെയാണ്. കഞ്ഞിവെള്ളം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അരമണിക്കൂറോളൊക്കെ ടൈം എടുക്കും നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ. കാരണം നല്ലവണ്ണം ഇളക്കി കൊടുക്കണമല്ലോ. പക്ഷേ അതിനൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി തന്നെയാണ് ഈ ഹൽവ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ നെയ്യ് ചേർത്തുകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഹൽവ റെഡി ആവാനായിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ പരുവാവുന്നത് വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയമാകുമ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ടാവും. ഇനി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ പരുവാകുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വാങ്ങി വെക്കാം. ഹൽവ സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിലൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നാൽ നമ്മുടെ ഹൽവ പെട്ടെന്ന് വിട്ട് വരും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്.
അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഹൽവ ഇട്ട് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരേ ഷേപ്പിലാക്കി എടുക്കണം, ഈ പാത്രത്തിൻ്റെ ഷേപ്പിൽ. ഞാനിപ്പോൾ ഈ ബൗൾ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ബൗൾ എടുത്തുകൊണ്ട് ഈ ഹൽവ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലവണ്ണം ഒന്ന് അമർത്തി കൊടുക്കുക. ഈ അണ്ടിപ്പരിപ്പ് ഇട്ടത് കാരണം പെട്ടെന്ന് ഒരു നല്ലൊരു ഷേപ്പ് കിട്ടില്ല. ഇനിയിപ്പോൾ ഒരു സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും. പിന്നെ ഇപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊന്നും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് നല്ലവണ്ണം ഇവിടെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം ഞാനൊരു പാത്രം എടുക്കട്ടെ. ഇപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് മാറ്റാം. നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിൽ നെയ്യ് തടവിയത് കാരണം പെട്ടെന്ന് നമ്മുടെ ഹൽവ വിട്ടു വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലെ ലൈൻസും സർക്കിളും ഒക്കെ അതേപോലെ ഈ ഹൽവയിൽ വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയൊരു ഹൽവ തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുട്ടികൾക്കൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നല്ലൊരു സ്വീറ്റ്സ് റെസിപ്പി തന്നെയാണ് ഈ ഹൽവ. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതോടൊപ്പം ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.